ഫാദർ ജോസഫ് സെബാസ്റ്റ്യനെ ഒന്ന് കാണണം. അച്ഛൻ സുഖമില്ലാതെ കിടക്കാണല്ലോ, അനങ്ങരുതെന്ന് സംസാരിക്കരുതെന്നൊക്കെയാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അറിയാം, ഞാൻ 5-6 ദിവസമായിട്ട് വന്നുകൊണ്ടിരിക്കുക. എനിക്ക് അച്ഛനെ അത്യാവശ്യമായിട്ടൊന്ന് കണ്ടേ പറ്റൂ. അച്ഛൻ കത്തയച്ചിട്ടാ ഞാൻ വന്നത്. എന്റെ പേര് ചന്ദ്രശേഖര മേനോന്നാ. ശരി, ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ, അകത്തേക്കിരിക്കും. ആ, മേനോനാണല്ലേ? അതെ, ഞാൻ അങ്ങോട്ട് വന്നല്ലോ. സാരമില്ല, കുറെയൊക്കെ നടക്കുകയിരിക്കുകയൊക്കെ ചെയ്തില്ലെങ്കിലേ എന്റെ അസുഖം കൂടുകയുള്ളൂ. അത് ഈ ഡാക്ടർമാർക്ക് അറിയില്ല. ഇരിക്കും. നിങ്ങളുടെ മകൾ കല്യാണം കഴിച്ചിരിക്കുന്നത് എന്റെ ഓർഫനേജിൽ വളർന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മൈക്കിളിനെ ആയിരുന്നു. അവർക്കൊരു കുട്ടിയുണ്ടായി, ബെന്നി. 2 വർഷം കഴിഞ്ഞാണ് അറിയുന്നത് ആ കുട്ടി സംസാരിക്കുകയില്ല, ചെവിയും കേൾക്കില്ല. മൈക്കിളിനെയും ആനിയും, ക്ഷമിക്കണം, നിങ്ങളുടെ മകളെ ഇവിടെ എല്ലാരും ആനി എന്നാ വിളിക്കുന്നേ. അറിയാം. അല്പകാലം മുമ്പ് ആ കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് കുറെ പണം ഉണ്ടാക്കാൻ ഒരു കോൺട്രാക്ട് പണി ഏറ്റെടുത്ത് മൈക്കിൾ ബീഹാറിലേക്ക് പോയി. ഞാനാണ് അവനെ പറഞ്ഞു വിട്ടത്. അവിടെ വെച്ച് അവൻ മരിച്ചു. പിന്നെ ആനിയുടെയും ബെന്നിയുടെയും നിലയാണ് കഷ്ടത്തിലായത്. അസുഖം പിടിച്ച കുഞ്ഞ്, ജോലിയൊന്നുമില്ലാത്ത ആനി, ഞാനാണെങ്കിൽ ഇങ്ങനെ അവശതയിൽ. കാല് പിടിച്ചാണെങ്കിലും അവരെ നിങ്ങളുടെ കയ്യിൽ തിരിച്ചേൽപ്പിക്കേണ്ടത് എന്റെ ഒരു കടമയാണെന്ന് എനിക്ക് തോന്നി. എന്താ, അവരോട് ഇപ്പോഴും ആ പഴയ വൈരാഗ്യമുണ്ടോ? ഒരു വൈരാഗ്യവും ഇല്ല. എന്റെ മോളെ ഒന്ന് കണ്ടാ മതി. അവളൊരു വിധവയാണെന്നുള്ള വിവരം അറിഞ്ഞത് അച്ഛന്റെ കത്ത് കിട്ടിയ ശേഷം ഞാനൊന്ന് അന്വേഷിച്ചപ്പോഴാ. അപ്പൊ തന്നെ ഓടി വന്നു. എന്റെ സതിയോട് മാപ്പ് പറയാനും അവളെയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടുപോകാനായി. വന്ന് അന്ന് മുതൽ അന്വേഷിക്കുന്നു. അവളും കുഞ്ഞും എവിടെ പോയെന്ന് ആർക്കും ഒരു വിവരവും ഇല്ല. അവരെവിടെ പോവാൻ? എന്നോട് പറയാതെ എങ്ങും പോവില്ലല്ലോ. അവളും കുഞ്ഞും നാട്ടിലില്ലെന്നുള്ളതാണച്ചോ സത്യം. സിസ്റ്റർ ബിയാട്രീസിന്റെ അടുക്ക് പോയി കാണും. സിസ്റ്റർ നാനി എന്ന് വെച്ചാൽ വലിയ കാര്യമാണേ. ഞാൻ ഇങ്ങനെ അസുഖമായി കിടക്കുന്നോണ്ട് വല്ല പണത്തിനോ മറ്റോ ആവശ്യം വന്നപ്പോ സിസ്റ്ററിനെ കാണാൻ പോയിട്ടുണ്ടാവും. എവിടെയാണത്? തൃശ്ശൂരിൽ സെയിന്റ് റോസ് മഠം. ആനി തീർച്ചയായും അവിടെ തന്നെ കാണും. ഞാൻ പോയി അന്വേഷിക്കാച്ചു. അവിടെ ഇല്ലെങ്കിൽ പോലീസിൽ അറിയിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് പോകും. അവിടെ ഇളയ മോള് തനിച്ചേ ഉള്ളൂ. ഓ, വരട്ടെ. ശരി. അച്ചോ, അവിടെ മകന് ഇപ്പൊ എന്ത് പ്രായമുണ്ട്? കാണണോ? വരൂ. ഇതാണ് ബെന്നി. എന്റെ മൈക്കിളും ഈ പ്രായത്തിൽ ഇതുപോലെ തന്നെ ആയിരുന്നു. Walk. Walk. Walk.
കം സ്മൈൽ സ്മൈൽ. കിസ് കിസ്. ഇതാണ് കിസ്. ഹലോ 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 ഹലോ. കിരൺ 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 കിരൺ. ലാല അല്ല, കിരൺ. ലാല എങ്കിൽ ലാല. ഹലോ ഇതവളാ നിന്റെ ഗേൾഫ്രണ്ട് നീത്ത. നിന്നൊരു പണി പറ്റിക്കാൻ നോക്കട്ടെ. നിക്ക് പണി ഏറ്റോന്നറിയല്ലോ. ഇതവിടെ തന്നെയാ. കൊള്ളാം. എന്നാ പിന്നെ ഒന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഹലോ. ഈ ഫോൺ അതിനെ കളിക്കാനുള്ളതാ? ഹേയ്, അങ്ങനെയൊന്നുമില്ല. ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചപ്പോ ഈ നാട്ടിലെ ടെലിഫോണുകളെല്ലാം ശരിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ. ഈ ഫോണിന് ഫോൾട്ടൊന്നുമില്ല കേട്ടോ. വല്ലാത്ത കമ്പമാണല്ലോ അവക്ക് നിന്നോട്. ഇന്ന് ഞായറാഴ്ചയാ. കിട്ടു വരുന്നുണ്ടെങ്കിൽ പാർക്ക് വരെ പോകാമെന്ന് കരുതി. പ്ലീസ് കിട്ടുവിനോടൊന്ന് ചോദിക്കൂ. ആലോചിക്കട്ടെ. ഏതായാലും ഞാൻ പോവാണെന്ന് പറഞ്ഞേക്ക്. കിട്ടു, അവള് വിടുന്ന ലക്ഷണമില്ലോടാ. നീ വിരൽ ഏതെങ്കിലും ഒന്നിനെ തൊട്ടെ. ഈ വിരലിൽ തൊട്ടാൽ അവള് പാവം, നമുക്ക് പാർക്കിൽ പോകണം. ഈ വിരലിൽ തൊട്ടാൽ അവള് പിഴ, നമുക്ക് ഈ ഫോണ് പോലും കട്ട് ചെയ്യണം. തൊട്ടെ. എടാ പരീ കുട്ടി. ഒന്ന് ഇറങ്ങിക്ക് സാറേ. പകൽ വെളിച്ചത്തിൽ മുഖമൊന്ന് കണ്ടോട്ടെ. ഓർക്കുന്നുണ്ടോ നിങ്ങളെല്ലാരെങ്കിലും? ഓർക്കുന്നുണ്ടോ ആ ബാറും ആ വെയിറ്ററും നവംബർ 18 രാത്രിയും? അയ്യോ ആശാന, ഞാനത് വെള്ളം ഒടിച്ച് ഫിറ്റായിട്ട് എന്തൊക്കെ ചെയ്തു പോയാ, ക്ഷമിക്കണം കേട്ടോ. അതിനെന്നാ, ഇപ്പഴും കുടിക്കാവല്ലോ. ഇങ്ങനെ കിടാ, സാറിന്റെ ബ്രാൻഡാ. അല്ല, ഞാൻ വെള്ളമൊടിയൊക്കെ നിർത്തി, അതുകൊണ്ട്. നാണക്കേട്. സാറ് കുടിക്കുന്നില്ലേ? കുഞ്ഞിന് കൊടുത്തേക്കാം. വേണ്ട വേണ്ട, സാറ് കുടിച്ചോളൂ. കുടിക്കു സാറേ. കുടി. അയ്യോ, ഞാൻ എന്തെങ്കിലും അറിയാണ്ട് ചെയ്തു കൊണ്ട് എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇപ്പൊ കുടിക്ക് സാറേ. അയ്യോ പ്ലീസ് ഉപദ്രവിക്കാം. കുടിക്കല്ലേ. എന്നാടാ ഇത്? പ്ലീസ്.
വിടുന്നുണ്ട്. കിട്ടോ